നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6, 2026 തിങ്കൾ. അങ്ങനെ നമ്മൾ ലോങ് ആയിട്ടുള്ള വീക്കെൻഡിന് ശേഷം വീണ്ടും വിപണിയിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാന് നൽകിയ 10 ദിവസത്തെ ഡെഡ് ലൈൻ ഇന്ന് അവസാനിക്കാനിരിക്കെ ഇന്നലെ വീണ്ടും അദ്ദേഹം 24 മണിക്കൂർ കൂടി ഇറാന് നീട്ടി നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ ചൊവ്വാഴ്ച രാത്രി വരെ ഇറാന് നൽകിയിരിക്കുന്ന ഡെഡ് ലൈൻ നീളുകയും ചെയ്യും. നാളെ രാത്രിക്ക് മുന്നേ യുഎസിന്റെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. ഇല്ലെങ്കിൽ അതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള പ്രസ്താവനയും അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി തന്നെ ട്രംപിനുള്ള മറുപടിയും വരികയും ചെയ്തു. തങ്ങൾക്ക് ലഭിക്കേണ്ട കോമ്പൻസേഷൻ ലഭിക്കാതെ ഒരിക്കലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയില്ലെന്നുള്ള സ്ഥിരീകരണവും അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. സൗദിയും UAEയും ഇറാഖും പ്രതിദിനം 10 മില്യൺ ഓയിലിന്റെ പ്രൊഡക്ഷൻ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. ഇത് ഏകദേശം ഗ്ലോബൽ സപ്ലൈസിന്റെ 10% വരികയും ചെയ്യും. എന്നാൽ ഇതിനെ മറികടക്കുവാനായിട്ട് ഒപെക് രാജ്യങ്ങൾ 2,06,000 ബാരലുകളുടെ പ്രൊഡക്ഷൻ പ്രതിദിനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മെയ് 31 വരെ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സിന്റെ മുകളിൽ 100% അഡീഷണൽ താരിഫ് ചുമത്തുമെന്നുള്ള റിപ്പോർട്ട്സുകൾ യുഎസിൽ നിന്ന് വരികയും ചെയ്തു. അതിനുവേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റും. എന്നാൽ കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും ഔദ്യോഗികമായി തന്നെ പേറ്റന്റ് ചെയ്ത ചില ഡ്രഗ്സിന്റെ മുകളിൽ 100% അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ വരികയും ചെയ്തു. അതിനാൽ തന്നെ ഇന്ന് ഫാർമ മേഖലയിലുള്ള ഓഹരികൾ ഒരുപക്ഷെ ശ്രദ്ധ നേടിയേക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 3-ാം തീയതി യുഎസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നെങ്കിൽ കൂടിയിട്ടും ചില പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തെ ജോബ് റിപ്പോർട്ടില് 60,000 എന്ന ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് 1,78,000 പുതിയ ജോബുകൾ യുഎസിൽ ആഡ് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ മാർച്ച് മാസത്തിലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.3% റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നേരിയതാണെങ്കിലും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച 9,931.13 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 7,208.41 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരിക്കാം ഒരുപക്ഷെ തുടരുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 22,500 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും അതേസമയം 22,200 എന്ന ലെവൽ തുടർന്നുള്ള സപ്പോർട്ടുമായിട്ട് ഒരുപക്ഷെ മാറുകയും ചെയ്തേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 മാർച്ച് മാസത്തെ HSBC കോമ്പോസിറ്റ് സർവീസ് PMI ഫൈനൽ ഡേറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ വൈകുന്നേരം 7:30 യുഎസിൽ നിന്നും മാർച്ച് മാസത്തെ ISM സർവീസ് PMI ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേയോട് അനുബന്ധിച്ച് US മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. എങ്കിലും വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-യും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ആകെ 27 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ റിഫ്ലക്ട് ആകുന്നുമുള്ളൂ. ആയതിനാൽ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ 1% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-ലേറെയും ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $110.87 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $112.37 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 1% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്.
വരുന്നുണ്ട്. 4632.74 US$ per ounce എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.16 എന്ന നിലയിലും മാക്സ് പെയിൻ 22,800 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വ്യാഴാഴ്ചയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളും അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുക തന്നെ ചെയ്തു. കൂടാതെ 100-day EMA 200-day EMAയ്ക്ക് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 22,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.85 എന്ന നിലയിലും മാക്സ് പെയിൻ 53,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളും നിഫ്റ്റിയുടേതുപോലെ തന്നെ അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുക തന്നെ ചെയ്തു. RSI 35.13 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. കൂടാതെ മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50-day EMA 100-day EMAയ്ക്കും 200-day EMAകൾക്കും താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 53,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 51,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 50,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്ക് ക്വാർട്ടർ 4 35,000 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സ്റ്റോക്കിൽ നിന്നും വിറ്റിറങ്ങി. വിപ്രോ മൈൻസ് പ്രിന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 100% ഓഹരികളും $375 മില്യൺ ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. വേദാന്ത അദാനിയുടെ ജയപ്രകാശ് അസോസിയേറ്റ്സ് ഏറ്റെടുക്കലിനെതിരെ വേദാന്ത നൽകിയ സ്റ്റേ ഹർജി സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക ദീപിക പദുക്കോണിന്റെ സ്കിൻ കെയർ ബ്രാൻഡായ 82° E-യുടെ ഭൂരിഭാഗം ഓഹരികളും വാങ്ങാൻ നൈക്ക ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ നവരത്ന സ്റ്റാറ്റസിലേക്ക് കമ്പനി കണ്ണുവയ്ക്കുന്നു എന്നുള്ള പ്രഖ്യാപനം കമ്പനിയുടെ CMD നടത്തുകയും ചെയ്തു. ഓയിൽ ഇന്ത്യ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. പ്രതിദിനം 1,202 ബാരൽ എന്ന റെക്കോർഡ് ഉൽപാദനം കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇതിലൂടെ ഏകദേശം 70% ഉൽപാദന വർധനവാണ് കമ്പനി കൈവരിച്ചതും. അദാനി പവർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്ന് 25 വർഷത്തെ ദീർഘകാല 2,500 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ കരാർ കമ്പനിക്ക് ലഭിച്ചു. യെസ് ബാങ്ക് ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റില് ബാങ്കിന്റെ ഡിപ്പോസിറ്റ്സില് 12.1% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഔട്ട് പേസിംഗില് 10.7% ഉയർച്ചയും രേഖപ്പെടുത്തി. ഭാരത് കോക്കിംഗ് കോൾ പ്രക്ഷോഭത്തെ തുടർന്ന് ധൻബാദ് ഖനിയിലെ ഖനനം നിർത്തിവെച്ചു. ഏപ്രിൽ 2 മുതലാണ് പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്തത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.